സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 18. ചന്ദ്രബാബു രാവിലെ മില്ലിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ കൃഷ്ണകുമാരിയാണ് ചെന്ന് വിളിച്ചത്. അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. പ്രശ്നമാണോ? ചന്ദ്രബാബു ചോദിച്ചു. ശ്രീയേട്ടനെ രഘുവിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ചന്ദ്രബാബു ജാനകിയമ്മയുടെ മുറിയിൽ ചെന്നു. കൃഷ്ണകുമാരിയും ഗീതാമണിയും പിന്നാലെ ചെന്ന് വാതിലിൻ്റെ ഇരുവശത്തും വെളിയിലായി നിലയുറപ്പിച്ചു. ജാനകിയമ്മ ഭിത്തിയോട് ചേർത്തിട്ട കസേരയിലിരിക്കുകയാണ്. രഘുവരൻ മേശയിൽ ചാരി നിൽക്കുന്നു. ചന്ദ്രബാബു കട്ടിലിലിരുന്നു. ശ്രീനിവാസൻ ജനലിനരികെ അസ്വസ്ഥനായി നിൽക്കുകയാണ്. നീ ഇരിക്ക് ശ്രീനി, ജാനകിയമ്മ ശാന്തസ്വരത്തിൽ പറഞ്ഞു. വേണ്ട, അമ്മ പറഞ്ഞു. മീനാക്ഷിയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പറയാനാ വിളിച്ചത്. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ അവളെ മാറ്റി താമസിപ്പിച്ചു. പ്രിയമോളുടെ കല്യാണവും വിരുന്നും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ജാനകിയമ്മ ചന്ദ്രബാബുവിനെയും ശ്രീനിവാസനെയും മാറി മാറി നോക്കി. എന്നിട്ട് തുടർന്നു. ഇന്ന് ഞാൻ തൃപ്പാളൂരിലേക്ക് വിളിപ്പിച്ചപ്പം ജയ പറയുന്നു മീനാക്ഷി അവിടെ ഇല്ലെന്ന്. ജയയുടെ വീട്ടിലാണല്ലോ ഞാൻ അവളെ കൊണ്ടുവിട്ടത്. എവിടെ പോയി മീനാക്ഷി? അമ്മ വെറുതെ അഭിനയിക്കല്ലേ? ശ്രീനിവാസൻ പൊട്ടിത്തെറിച്ചു. ഇതെന്താ പൊറോട്ടു നാടകമോ? ബാക്കിയുള്ളവരെല്ലാം തീരെ ബുദ്ധിയില്ലാത്തവരാണെന്നാണോ അമ്മയുടെ വിചാരം? അമ്മ മാത്രം വലിയൊരു സാമർത്ഥ്യക്കാരിയും. ജാനകിയമ്മയുടെ മുഖം ചുവന്നു. അവർ പെട്ടെന്ന് കസേര വിട്ട് എഴുന്നേറ്റു. ആരാടാ നാടകം കളിച്ചതും അഭിനയിച്ചതും? പ്രിയമോളുടെ കല്യാണത്തിന് മുമ്പ് മീനാക്ഷിയെ മാറ്റി താമസിപ്പിക്കാൻ ഒരു നാടകം, മറുവശത്ത് അവളെ ഒരു കഴുത്തറപ്പിന് വിറ്റ് പണം വാങ്ങാനുള്ള നാടകം. എങ്ങനെ തോന്നിയടാ നിനക്കൊക്കെ? കിതപ്പ് കൊണ്ട് ജാനകിയമ്മയ്ക്ക് വാക്കുമുട്ടി. എൻ്റെ മക്കളെ വിശ്വസിച്ചു പോയത് എനിക്ക് പറ്റിയ തെറ്റ്. നീയൊക്കെ ഇത്രയ്ക്ക് തരം താഴുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തരം താണതാം ഞങ്ങളല്ല, അമ്മ. അമ്മ ഈ കുടുംബത്തിന് വരുത്തി വെച്ച അപമാനം തുടച്ചു നീക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആ ബാധ ഒഴിപ്പിച്ച് കളയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്തതാ. ഇപ്പോഴും ഞങ്ങൾക്കതിലൊരു കുറ്റബോധവും ഇല്ല. ശ്രീനിവാസൻ കൂസലന്യേ പറഞ്ഞു. ബാധ ഒഴിപ്പിക്കാനാണോടാ നീ അവളെ വിറ്റു പണം വാങ്ങിയത്? പെൺവാണിഭം നടത്തുന്നവർ ചെയ്യുമോടാ വൃത്തികെട്ടവനെ ഇതുപോലൊരു നീചപ്രവൃത്തി? ഞങ്ങളാരും അവളെ വിറ്റ് പണം വാങ്ങിയില്ല. അമ്മ അവൾക്ക് വേണ്ടി ഭൈരവന് കൊടുത്ത പണം തിരികെ തരണമെന്ന് പറഞ്ഞു. അത് ഈ കുടുംബത്തിൽ നിന്ന് പോയ പൈസയാ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം. ചന്ദ്രബാബു പറഞ്ഞു. എടാ, ഒന്നുമല്ലെങ്കിലും നിൻ്റെ അച്ഛൻ്റെ മകളല്ലേ? അതുപോലെ നീ ഓർത്തില്ലല്ലോ. കുടുംബത്തിന് നഷ്ടം വരുമെന്ന് കണ്ടാൽ നീ അമ്മയെയും പെങ്ങളെയും വിറ്റ് അത് നികത്തുമല്ലേടാ? അമ്മ എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കാതിരുന്നതാ എൻ്റെ തെറ്റ്. എൻ്റെ മക്കൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരകൃത്യം ചെയ്യുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മീനാക്ഷിയെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അമ്മയ്ക്ക് സംശയം വേണ്ട. ചന്ദ്രബാബു തീർത്തു പറഞ്ഞു. മീനാക്ഷിയെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണോടാ ദാസൻ അവളെ മാനം കെടുത്താൻ ശ്രമിച്ചത്? എന്നിട്ട് സ്കൂട്ടറേന്ന് വീണ് പരിക്കേറ്റതാണത്രേ. ജാനകിയമ്മ ക്ഷുഭിതയായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മീനാക്ഷിയാണോടാ ഇന്നീ കുടുംബത്തിൻ്റെ കളങ്കം? അതോ നിൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന ദുഷ്ടതയോ? ഏതാ ആദ്യം എടുത്തു കളയേണ്ടത്? ആരും മിണ്ടുന്നില്ല. തക്ക സമയത്ത് ഗോപി ഇടപെട്ടതുകൊണ്ട് ആ പെണ്ണിൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഗോപിമാമൻ അതിൻ്റെ ബലം അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ചന്ദ്രബാബു പകയോടെ പറഞ്ഞു. ചെയ്യാവുന്നത്ര നിങ്ങളാ കുടുംബത്തോട് ചെയ്തു കഴിഞ്ഞല്ലോ. ദിനേശനെ കൊലപാതകിയാക്കി, ശ്രീജയുടെ ജോലി കളഞ്ഞു. ഇനി എന്തു ചെയ്യാനാ? ജാനകിയമ്മ ചോദിച്ചു. അമ്മയ്ക്ക് പറയാനുള്ളത് കഴിഞ്ഞോ? ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ശ്രീനിവാസൻ മുഷിഞ്ഞ മട്ടിൽ പറഞ്ഞു. തീർന്നില്ല. ഞാൻ നാളെ മീനാക്ഷിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ചന്ദ്രബാബു ശ്രീനിവാസനെ കണ്ണു കാണിച്ചു. അതിനു മുമ്പ് അമ്മയൊരു കാര്യം ചെയ്യണം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഓഹരി ഭാഗിച്ചു തരണം. എനിക്ക് വയസ്സ് 40 ആകുന്നു. ബാബുവിന് കുടുംബവും കുട്ടികളുമായി. ഇനി ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് കഴിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ജാനകിയമ്മ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. മീനാക്ഷിയെ വിളിക്കുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? അമ്മയ്ക്ക് മീനാക്ഷിയോടുള്ള അലിവ് കൂടിക്കൂടി വന്നിട്ട് ഉള്ള ആസ്തിയല്ല അവളുടെ പേരിലോട്ട് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കാൻ തോന്നിക്കൂടായികയില്ല. ഉള്ള സ്വത്ത് വീതം വെച്ചിട്ട് അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ? ജാനകിയമ്മ വല്ലാതെ പകച്ചുപോയി. ഒറ്റ കുടുംബമായിട്ട് ഐക്യത്തോടെ നിന്നതായിരുന്നു നമ്മുടെ ബലം. ഈ നേട്ടങ്ങളൊക്കെ അങ്ങനെ നിന്നിട്ട് കിട്ടിയതാ. ഞങ്ങൾക്കിനി ഈ ബലം വേണ്ട. സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് മതി മീനാക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ശ്രീനിവാസൻ പറഞ്ഞു. അല്ലാതെ മീനാക്ഷിയെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഗേറ്റിനിപ്പുറം കടന്ന് അടിച്ചിറക്കും ഞങ്ങളവളെ. അല്ലെങ്കിൽ അമ്മയൊന്ന് പരീക്ഷിച്ച് നോക്ക്. ചന്ദ്രബാബുവിൻ്റെ സ്വരത്തിൽ വെല്ലുവിളി ഉണ്ടായിരുന്നു.
അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഞങ്ങളുടെ ഓഹരി ഞങ്ങൾക്ക് വീതിച്ച് കിട്ടണം. ശ്രീനിവാസൻ അവസാന വാക്കെന്ന പോലെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുറകെ ചന്ദ്രബാബുവും പോയി. ഏറ്റവും ഒടിയിൽ രഘുവരനും. ജാനകിയമ്മ തളർന്നതുപോലെ കസേരയിലേക്കിരുന്നു. ഗോപിനാഥനാണ് ഏറ്റവും ഒടുവിൽ മാത്തൂരെത്തിയത്. ശങ്കരമാമയും തൃപ്പാളൂരിൽ നിന്ന് ജയശ്രീയും പല്ലാവൂരിൽ നിന്ന് സുധീഷും സുപ്രിയയും നേരത്തെ എത്തിച്ചേർന്നിരുന്നു. പടിഞ്ഞാറേക്കെട്ടിൽ ശ്രീനിവാസന്റെ ഇരിപ്പുമുറിയിൽ കുടുംബസദസ്സ് കൂടിയിരിക്കുകയാണ്. പതിവില്ലാതെ ഇന്ന് മാധവിയമ്മയും രംഗത്തുണ്ട്. സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അവരുടെ അഭിപ്രായവും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പം ഇത്ര എടുപിടിയെന്ന് ഇങ്ങനെ ഒരു ഭാഗം വയ്പ്പിൻ്റെ ആവശ്യമുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കണേ. മാധവിയമ്മയ്ക്ക് ആ തീരുമാനം ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ശങ്കരമാമൻ മറുപടി എന്നോണം പറഞ്ഞു. ശ്രീനിക്കും ബാബുവിനും ഒക്കെ പ്രായം എത്രയായെന്ന വിചാരം? എത്ര നാളിങ്ങനെ കൂട്ടുകുടുംബമായിട്ട് കഴിയും? എന്നായാലും ഭാഗം വെച്ച് പിരിഞ്ഞല്ലേ പറ്റൂ. ഇത് അവരാശിക്കുന്ന സമയത്ത് തന്നെ നടക്കട്ടെ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരവരുടെ സ്വന്തമെന്ന് പറയാൻ എന്തെങ്കിലും വേണമെന്ന്. അവർക്കുള്ളതല്ലേ ശങ്കര ഇക്കണ്ടതും സമ്പാദിച്ചതും എല്ലാം? ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? അവരവർക്ക് കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും എഴുതി കിട്ടണ്ടേ? ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അവർ. ശങ്കരമാമൻ മാധവിയമ്മയോട് തർക്കിച്ചു. ഭാഗം വെച്ചാൽ എല്ലാവർക്കും സമാധാനമാവുമോ? ആകുമെന്നാണല്ലോ പറയുന്നേ. ആവട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൃപ്തി ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഓഹരി ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യം ന്യായമാ. ഓരോരുത്തർ അവരവർക്ക് കിട്ടുന്നത് വെച്ചുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. മനസ്സിന് തൃപ്തിയില്ലാതെ ഒന്നിച്ചു കഴിഞ്ഞിട്ട് എന്താ കാര്യം? മീനാക്ഷിയുടെ കാര്യത്തിലാണല്ലോ തൃപ്തികേട്. ആയിക്കോട്ടെ, തൃപ്തികേടുണ്ടല്ലോ. ഇനി അത് പുകഞ്ഞ് കത്തി കുടുംബകലഹം ആവുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് ചെയ്യുക. ഗോപി എന്താ ഒന്നും മിണ്ടാത്തെ? ശങ്കരമാമൻ അനുജനെ നോക്കി. എനിക്കൊന്നും പറയാനില്ല. ഗോപിനാഥൻ കയ്യും കെട്ടി നിന്നു. ജാനകി, ഇനി നീയാ പറയേണ്ടത്. ജാനകിയമ്മ ജീവശവം പോലെ ഇരിക്കുകയാണ്. തൻ്റെ കുടുംബം പിളരുന്നത് അവർക്ക് സഹിക്കാനാവുന്നില്ല. പക്ഷേ അത് അനിവാര്യമാണ്. ജാനകി, ശങ്കരമാമൻ വിളിച്ചു. ഇത്രയും കാലം നീ നല്ലപോലെ നിൻ്റെ കുടുംബം നോക്കി. ഒരു തെറ്റും പറയാനില്ല. ശ്രീനിയെയും ബാബുവിനെയും കല്യാണം കഴിപ്പിച്ചു. ജയമോളെയും പ്രിയമോളെയും നല്ല കുടുംബങ്ങളിലേക്ക് അയച്ചു. ഇനി രഘു മാത്രമേ ഉള്ളൂ. അതും താമസിയാതെ നമുക്ക് നടത്തണം. ഇപ്പം നിനക്ക് പ്രായമായി. മനസ്സിനും ശരീരത്തിനും ബലം കുറഞ്ഞു. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിഴപറ്റിപ്പോകും. മക്കൾക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങളാണെങ്കിൽ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതുവരെ നീ ചെയ്തതിനൊന്നും ഒരു വിലയും ഇല്ലാതാകും. മക്കൾ പ്രായമായി കഴിഞ്ഞാൽ കുടുംബ ചുമതല അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാ എല്ലാ അച്ഛനമ്മമാരും ചെയ്യാറ്. ഇത്രയും കാലം നീ പണിയെടുത്തില്ലേ? ഇനിയെല്ലാം മക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് വിശ്രമിക്ക്. കുടുംബസമാധാനമല്ലേ എല്ലാറ്റിനേക്കാൾ വലുത്. ഞാൻ എന്തിനും തയ്യാറാ ശങ്കരേട്ടാ. ജാനകി അമ്മയുടെ ശബ്ദം ദുർബലമായിരുന്നു. ശ്രീനിയും ബാബുവും രഘുവും കൂടി ഭാഗം വയ്പ്പിൻ്റെ ഒരു കരട് രൂപ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് റൈസ് മില്ലും അതിരിക്കുന്ന സ്ഥലവും ശ്രീനിക്കും ബാബുവിനും തുല്യ അവകാശം വെച്ച് എഴുതി കൊടുക്കണം. കൂടാതെ പടിഞ്ഞാറേക്കെട്ടും അതിരിക്കുന്ന 11 സെൻറ്റ് സ്ഥലവും ശ്രീനിക്ക് കിട്ടണം. 9 സെൻറ്റും വടക്കേക്കെട്ടും ബാബുവിന്. രഘുവിന് തറവാടും അതിനു പുറകിലുള്ള 1.5 ഏക്കർ പുരയിടവും കാച്ചാങ്കുറിശ്ശിയിലുള്ള 4 വാടകക്കെട്ടിടവും കൂടി രഘുവിന് വിട്ടുകൊടുക്കണം. അവനത് പൊളിച്ചു പണിയുകയോ കച്ചവടക്കാർക്ക് പീടിക നടത്താൻ കൊടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ശങ്കരമാമൻ ജാനകിയമ്മയെ നോക്കി. മിണ്ടാട്ടമില്ല. മുഖം കുനിച്ച് ശ്വാസം അടക്കി പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അതുകൂടാതെ രഘുവിന് കരിങ്കുളത്തെ തെങ്ങിൻതോപ്പും നിലവും കൂടി കൊടുക്കണം. കാരണം അവന് റൈസ് മില്ലിൻ്റെ അവകാശമില്ലല്ലോ. ശങ്കരമാമൻ എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ റോഡിനപ്പുറത്ത് കിടക്കുന്ന 4 ഏക്കർ നിലവും പുരയിടവും പകുതി വീതം ജയമോൾക്കും സുപ്രിയയ്ക്കുമായിട്ട് കൊടുക്കുകയോ അത് വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന പണം 2 ആൾക്കുമായിട്ട് വീതിച്ച് നൽകുകയോ ചെയ്യണം. എല്ലാവരുടെയും നോട്ടം ജാനകിയിൽ പതിച്ചു. നിനക്കൊന്നും പറയാനില്ലേ? ശങ്കരമാമൻ ചോദിച്ചു. ജാനകി അമ്മ അയാളെ നോക്കി മന്ദഹസിച്ചു. അതിൽ ആത്മനിന്ദ തെളിഞ്ഞു നിന്നു. നിനക്ക് വേണ്ടി ഒന്നും മാറ്റിവെച്ചിട്ടില്ലെന്ന് കരുതണ്ട. പയ്യാവൂരിൽ പഴയ റൈസ് മില്ലിരുന്ന തെങ്ങിൻ പുരയിടവും ചിറയെ നിനക്കുള്ളതാ. മാത്രമല്ല നിന്റെ ജീവിതകാലം മുഴുവൻ തറവാട്ടിൽ താമസിക്കാനുള്ള അവകാശവും നിനക്കുണ്ട്. ശങ്കരമാമൻ പറഞ്ഞു നിർത്തി. ശങ്കരമാമൻ അച്ചമ്മയുടെ കാര്യം വിട്ടുപോയി. രഘുവരൻ ഓർമ്മിപ്പിച്ചു. ആ, അത് പറഞ്ഞില്ലല്ലോ. അവരുടെ പേര് 2 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ആ പണം എടുത്ത് ധാരാളിക്കാൻ പറ്റില്ല. തറവാട്ടിൽ തന്നെ അവർക്ക് തുടർന്ന് താമസിക്കാം. ശങ്കരമാമൻ നിർത്തിയതും മുറിയിൽ നിശബ്ദത കളിയാടി. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആരും മിണ്ടുന്നില്ല. ബാബുവും രഘുവരനും എന്തു പറയുന്നു? ശങ്കരമാമൻ ചോദിച്ചു. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, ബാബു പറഞ്ഞു. ജയേ, പ്രിയമോളെ, നിങ്ങൾക്കും പറയാം അഭിപ്രായം. ഇതിങ്ങനെ തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, ജയശ്രീ പറഞ്ഞു.
സുപ്രിയ അതിനെ അനുകൂലിച്ചു. ജാനകി, ശങ്കരമാമൻ വിളിച്ചു. ജാനകിയമ്മ സോഫയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അവിടെ കൂടിയ കുടുംബസദസ്സിനെ ആകമാനം ഒന്ന് നോക്കി. എൻ്റെ മക്കളെക്കുറിച്ച് എനിക്കിതിൽ കൂടുതൽ അഭിമാനിക്കാനില്ല. എല്ലാവരും ചേർന്ന് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. ഇത്രയും ബുദ്ധിയും സാമർഥ്യവുമുള്ള മക്കളെ കിട്ടിയ ഒരമ്മ എന്ത് ചെയ്യണം? അവർ ദീർഘനിശ്വാസം എടുത്തു. തന്നെത്താൻ പരിഹസിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചു. ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണെന്ന് പറയണം. എവിടെയൊക്കെ എൻ്റെ കയ്യൊപ്പ് ഇടണമെന്ന് കാണിച്ച് തരികയും വേണം. അത്രയും മതി. ജാനകിയമ്മ അവിടെ നിന്നിറങ്ങി സിറ്റ് ഔട്ടിലൂടെ തറവാട്ട് കെട്ടിലേക്ക് നടന്നു. ഡോക്യുമെൻറ്റുകളിൽ ഒപ്പിട്ട് കൊടുത്ത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ ജാനകിയമ്മയുടെ മനസ്സിൽ ഒരുതരം ശൂന്യതയും നിർവികാരതയും മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. അമ്മ സ്വത്തെല്ലാം കൈവശം വെച്ച് അടക്കി ഭരിക്കുന്നു എന്ന പരാതി ഇനി കേൾക്കണ്ടല്ലോ എന്നവർ ആശ്വസിച്ചു. വാസ്തവത്തിൽ സ്വത്ത് ഭാഗം വയ്ക്കുകയല്ല, അധികാര കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ തൻ്റെ മക്കൾ സ്വത്തിനെ ചൊല്ലി തന്നോട് കലഹിക്കുമെന്ന് ജാനകിയമ്മ സ്വപ്നത്തിൽ കൂടിയും നനച്ചിരുന്നില്ല. എല്ലാറ്റിനും സാക്ഷിയായി ശങ്കരമാമനും രജിസ്റ്റർ ഓഫീസിലെത്തിയിരുന്നു. രജിസ്ട്രേഷന് ശേഷം എല്ലാവരും ഒന്നിച്ച് മാത്തൂരിലേക്ക് മടങ്ങി. കാറിലിരിക്കെ ശങ്കരമാമൻ സാന്ത്വനം പോലെ പറഞ്ഞു, ജാനകി, നീ വിഷമിക്കാനൊന്നുമില്ല. ആർക്കൊക്കെ എന്തൊക്കെ സ്വത്ത് എന്നതിന് ഒരു രേഖയുണ്ടാക്കിയെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതുവരെ എങ്ങനെ നടന്നോ അങ്ങനെ തന്നെ നടന്നു പോട്ടെ. അതിന് മാറ്റമൊന്നും വരുത്തണ്ട. എന്താ അങ്ങനെയല്ലേ ശ്രീനി? ശങ്കരമാമൻ പറഞ്ഞതുപോലെ തന്നെയാ ഭാഗം വെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നീട് അതിൻ്റെ പേരിൽ തർക്കിക്കാനും വഴക്കടിക്കാനും ഇടയാകരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്, ശ്രീനിവാസൻ പറഞ്ഞു. വീട്ടിലെത്തി തറവാട്ടിലേക്ക് കയറുമ്പോൾ ജാനകിയമ്മയ്ക്ക് തോന്നി, ഇനി ഇത് തൻ്റെ വീടല്ല, തൻ്റെ വീട് ഒറ്റക്കെട്ടായിരുന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും പണിത പുതിയ കെട്ടുകളിലേക്ക് പഴയ കെട്ടിൻ്റെ വരാന്തയിൽ നിന്നും നേരിട്ട് പ്രവേശിക്കാൻ തക്കവിധത്തിൽ സിറ്റൗട്ടുകൾ ഉണ്ടാക്കണമെന്ന് താനാണ് നിർദ്ദേശം വെച്ചത്. ഇനി വരാന്തയ്ക്കും സിറ്റൗട്ടിനുമിടയിൽ ഒരു മതിലുണ്ടായേക്കാം. തൻ്റെ കുടുംബം മൂന്നായി പിളർന്നിരിക്കുന്നു എന്നാണ് ജാനകിയമ്മയ്ക്ക് തോന്നിയത്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ജാനകിയമ്മ മില്ലിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി. അപ്പോൾ ചന്ദ്രബാബു ചോദിച്ചു, അമ്മ എങ്ങോട്ടാ? മില്ലിലോട്ട്. അമ്മ ഇനി മില്ലിൽ പോകണ്ട, ഞങ്ങൾ നോക്കിക്കോളാം മില്ലിലെ കാര്യങ്ങൾ. ഞാൻ അവിടുന്ന് ഒന്നും കുത്തിവാരിക്കൊണ്ട് പോവില്ല. നിങ്ങൾക്ക് തന്ന ഓഹരിയിൽപ്പെട്ടതാണല്ലോ. ശമ്പളം പോലും വേണ്ട എനിക്ക്. ഞാൻ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അതെങ്കിലും പൂർത്തീകരിച്ചോട്ടെ. അമ്മ ഇനി മില്ലിൽ പോയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ശ്രീനിയേട്ടനും ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമല്ലല്ലോ, ആണോ? പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, ചന്ദ്രബാബു കർശനമായി പറഞ്ഞു. ഇവിടെങ്ങാനും വെറുതെ ഇരുന്ന് TV കാണുമോ വായിക്കുകയോ എങ്ങാനും ചെയ്യ്. ഇതിനേക്കാൾ ഭേദം എന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്നതായിരുന്നല്ലോടാ. കോപവും സങ്കടവും കൊണ്ട് ജാനകിയമ്മയ്ക്ക് കരച്ചിൽ വന്നു. വെറുതെ ഇരിക്കാൻ തീരെ വയ്യെങ്കിൽ അമ്മയുടെ വക ഓഹരി ഉണ്ടല്ലോ, ആ തെങ്ങിൻ പിരീടവും ചിറയും. അവിടെ പോയി വല്ല കിളയ്ക്കുകയോ മറിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ജാനകിയമ്മ തിരികെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. വരാനിരിക്കുന്ന ദിവസങ്ങളുടെ ഭീകരതയെക്കുറിച്ചുള്ള സൂചനയായിരുന്നു അത്. പൊടുന്നനെ വാർദ്ധക്യത്തിലേക്കും ഏകാന്ത ശൂന്യതയിലേക്കും വലിച്ചെറിയപ്പെട്ടതുപോലെ, ആർക്കും വേണ്ടാതായതുപോലെ ഉണ്ണുക, ഉറങ്ങുക, ജീവിതം തള്ളിവിടുക. ജാനകിയമ്മയെപ്പോലെ അധ്വാനശീലിയായ സദാ കർമ്മനിരതിയായ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു ദുരവസ്ഥ. എങ്കിലും അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. റൈസ് മില്ലിൻ്റെ ഭരണം ചന്ദ്രബാബുവും ശ്രീനിവാസനും കൂടി ഏറ്റെടുത്തു. മാനേജർ മുരളീധരൻ പിരിച്ചുവിടപ്പെട്ടു. അയാൾ പരാതിയുമായി ജാനകിയമ്മയെ സമീപിച്ചു. മാഡത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. ഞാൻ ഇനി എന്ത് ചെയ്യണം? ജാനകിയമ്മയ്ക്ക് പറയാൻ മറുപടിയില്ല. അവർ നിസ്സഹായതയോടെ അയാളെ നോക്കി നിന്നു. ഇത് വലിയ ചതിയായിപ്പോയി, മുരളീധരൻ സങ്കടത്തോടും അമർഷത്തോടും പറഞ്ഞു. ഞാൻ ശ്രീനിയോടൊന്ന് സംസാരിക്കട്ടെ, അതുകൊണ്ട് ഫലമുണ്ടാകുമെന്ന് മുരളീധരനോ ജാനകിയമ്മയ്ക്കോ പ്രതീക്ഷയില്ലായിരുന്നു. ശ്രീനിവാസനോട് ജാനകിയമ്മ മുരളീധരന് വേണ്ടി ശുപാർശ നടത്തി. അമ്മ മില്ലിലെ കാര്യങ്ങളിൽ ഇടപെടരുത്, ശ്രീനിവാസൻ തീർത്തു പറഞ്ഞു. സ്വത്ത് ഭാഗം വയ്ക്കുന്നതോടെ കുടുംബത്തിൽ എല്ലാവർക്കും തന്നോടുണ്ടായിരുന്ന ശീതസമരം അവസാനിക്കുമെന്ന ജാനകിയമ്മയുടെ പ്രതീക്ഷ തെറ്റി. ആരും ഒരനുഭവവും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കൃഷ്ണകുമാരിയും ഗീതാമണിയും പകവീട്ടൽ പോലെ പലപ്പോഴും ധാർഷ്ട്യത്തോടെ പെരുമാറുകയും ചെയ്തു. സ്വത്തും അധികാരവും ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ഒറ്റപ്പെടുത്തലില്ലായിരുന്നുവെന്ന് ജാനകിയമ്മയ്ക്ക് തോന്നി. ആരും തറവാട്ടുകെട്ടിലേക്ക് വരികയോ ജാനകിയമ്മയെ സംസാരിക്കുകയോ ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്തില്ല. മില്ലിൻ്റെയും മറ്റു വസ്തുവകളുടെയും നടത്തിപ്പിനെക്കുറിച്ച് ജാനകിയമ്മയുമായി യാതൊരു ചർച്ചയുമില്ല. 2 വൃദ്ധകൾ പാർക്കുന്ന പഴമ്പുര മാത്രമായി തറവാട്. ഒടുവിൽ ജാനകിയമ്മ ഭയന്നിരുന്നത് പോലെ തന്നെ ഒരു ദിവസം ഗോപിനാഥൻ മാത്തൂരെത്തി. ഇനി മീനാക്ഷിയെ അവിടെ നിർത്താൻ പറ്റില്ല ചേച്ചി, ഗതിയില്ലാത്തവരാ ഞങ്ങൾ. അതുപോട്ടെ, കൗസല്യ എനിക്ക് സ്വൈര്യം തരണില്ല. ശ്രീജയ്ക്കും ഗൗരിക്കും മീനാക്ഷിയെ കണ്ടുകൂടാ. ഞാൻ എന്ത് ചെയ്യണം?
നിത്യേന വഴക്കും കരച്ചിലും ബഹളവും. സമാധാനമായിട്ട് ഒരു ഉറങ്ങിയ ദിവസം മറന്നു. ഇനി പറ്റില്ല, ഗോപിനാഥൻ തീർത്തു പറഞ്ഞു. ഗോപിനാഥൻ്റെ മുമ്പിൽ ജാനകിയമ്മ നിസ്സഹയായി നിന്നു. ചേച്ചി തന്നെ ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. പ്രിയയുടെ കല്യാണം കഴിഞ്ഞാൽ മീനാക്ഷിയെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാമെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, ഗോപിനാഥൻ പറഞ്ഞു. അപ്പോഴത്തെ അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴെന്തായി? അതിനുശേഷമല്ലേ ഭാഗം വയ്പ് നടന്നത്. അതുകൊണ്ടെന്താ? അവർ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? ഗോപിക്ക് അറിയാമല്ലോ, അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാനായിരുന്നില്ല അവരുടെ പ്ലാനെന്ന്. അവളെ ഭൈരവിന് കൈമാറാനായിരുന്നല്ലോ അവർ ആ നാടകം കളിച്ചത്. അത് നടന്നുമില്ല. എന്നാലും അവരുടെ വാക്കിനൊരു വിലയില്ലേ? എനിക്കാ ഗോപി വിലയില്ലാതായത്. ഭാഗം വെച്ചപ്പോൾ ഞാൻ കരുതി എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവകാശപ്പെട്ട ഓഹരി വാങ്ങുക മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം. എന്നെ ഒതുക്കുക, ഈ വീട്ടിൽ എനിക്കുണ്ടായിരുന്ന അവകാശവും അധികാരവും പിടിച്ചെടുക്കുക, എൻ്റെ കൈയും കാലും കെട്ടിയിടുക. ചേച്ചി അതിന് നിന്നു കൊടുത്തിട്ടല്ലേ? എന്നായാലും ഞാൻ അവർക്ക് ഭാഗം പിരിച്ചു കൊടുക്കണ്ടേ? എൻ്റെ കടമയല്ലേ അത്? അതേ ചെയ്തുള്ളൂ. അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. ഇനി എന്തിനാ ചേച്ചിയോട് വഴക്ക്? മീനാക്ഷിയോട് എന്തിനാ വിരോധം? എനിക്കറിയില്ല. മില്ലിൽ പോകാൻ പോലും എൻ്റെ മക്കളെന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ വിയർപ്പും ചോരയുമാണ് ആ മില്ല്. അതവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും മീനാക്ഷിയുടെ കാര്യത്തിൽ ചേച്ചി ഒരു തീരുമാനമെടുത്തേ പറ്റൂ. കുറച്ച് ദിവസം കൂടി നിൻ്റെ വീട്ടിൽ നിർത്തിക്കൂടെ? ഞാൻ വന്ന് കൗസല്യയോട് സംസാരിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? ഇവിടെ ചേച്ചിയുടെ അധികാരം പോയെന്ന് അവൾ അറിഞ്ഞു. അതോടെ ദിനേശൻ്റെ കാര്യത്തിൽ അവൾക്ക് ഒന്നുകൂടെ ആദിയായി. അവൻ്റെ കേസിൻ്റെ വിചാരണ ഉടനെ തുടങ്ങാനിരിക്കുക. എന്തായാലും നീ 2-3 ദിവസം കൂടി ക്ഷമിക്ക്. അപ്പോഴേക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ. മനസ്സില്ലാ മനസ്സോടെയാണ് ഗോപിനാഥൻ മടങ്ങിയത്. പെങ്ങളുടെ ധർമ്മസങ്കടം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. രാത്രിയിൽ ജാനകിയമ്മ ശ്രീനിവാസൻ്റെ പടിഞ്ഞാറക്കെട്ടിൽ ചെന്നു. ചന്ദ്രബാബുവിനെയും രഘുവരനെയും വിളിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി ചോദിച്ചു, മീനാക്ഷിയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടത്? അത് ഞങ്ങൾക്കറിയില്ല, ശ്രീനിവാസൻ പറഞ്ഞു. ഗോപിയുടെ വീട്ടിൽ ഇനി അവളെ നിർത്താൻ ഒക്കില്ലെങ്കിൽ അവിടുന്ന് ഇറക്കി വിടണം, ചന്ദ്രബാബു പറഞ്ഞു. പ്രിയമോളുടെ കല്യാണം കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ആർക്കും എതിർപ്പില്ലായിരുന്നെന്നാണല്ലോ അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത്. അതനുസരിച്ചല്ലേ അവളെ ഇവിടുന്ന് ജയയുടെ വീട്ടിലേക്ക് അയച്ചത്. അതന്ന്. ഇപ്പം ഞങ്ങളുടെ അഭിപ്രായം മാറി, ശ്രീനിവാസൻ പറഞ്ഞു. മീനാക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനു മുമ്പ് ഭാഗം വയ്പ് നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ അതും ചെയ്തു. എന്നിട്ടിപ്പോൾ വാക്കുമാറുന്നത് ആണത്തമാണോടാ? സാഹചര്യം മാറിപ്പോയി അമ്മേ, ചന്ദ്രബാബു പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 3 ആൺമക്കളുടേതാണ് ഈ വീട്. ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കരുത് എന്നെല്ലാം ഞങ്ങളാ നിശ്ചയിക്കുന്നത്. എൻ്റെ മക്കളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇതിലെന്താ ചതി? ഒന്നുമില്ല. അമ്മ ഞങ്ങളുടെ ഓഹരി തന്നു. ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയപ്പോൾ അതിൽ മീനാക്ഷിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രിയയുടെ കല്യാണം കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞത് അതെന്തിനായിരുന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു, ശ്രീനിവാസൻ പറഞ്ഞു. ശ്രീനി, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ തന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ വാശിയും വൈരാഗ്യവും ഉപേക്ഷിക്കണം. മീനാക്ഷിയെ ഞാനാണ് ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അത് തെറ്റായിപ്പോയിന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അവൾക്ക് വേറെ ആരുമില്ലെന്നറിയാമല്ലോ. നമ്മൾ ഉപേക്ഷിച്ചാൽ അവൾ എങ്ങോട്ട് പോകും? ആര് സംരക്ഷിക്കും? പ്രായം തികഞ്ഞ പെണ്ണല്ലേ. അവൾ ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നോളും. അവളെക്കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യും. ഒന്നും കൊടുക്കണ്ട. ഒരവകാശമോ പരാതിയോ പറയില്ല. അവളോട് അല്പം ദയ കാണിക്കണം. എൻ്റെ മക്കളോട് എനിക്ക് ഈയൊരു അപേക്ഷ മാത്രമേയുള്ളൂ. സാധ്യമല്ല, ചന്ദ്രബാബു തീർത്തു പറഞ്ഞു. ഈ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ വേണ്ട, എൻ്റെ മുറിയിലാകാമല്ലോ. തറവാട് രഘുവിനും ഉള്ളതാ. അവൻ പറയട്ടെ സമ്മതമാണോന്ന്. ജാനകിയമ്മ തൻ്റെ ഇളയ മകനെ നോക്കി. പറ്റില്ലമ്മേ. അമ്മയ്ക്കും അച്ചമ്മയ്ക്കും അവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. അങ്ങനെയാണല്ലേ വ്യവസ്ഥ. അവളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ചന്ദ്രബാബു പറഞ്ഞു. ഭൈരവൻ്റെ ഫോൺ നമ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇന്ന് വിളിച്ചു പറഞ്ഞാൽ നാളെ വന്ന് അയാൾ അവളെ കൊണ്ടുപോയിക്കൊള്ളും. ജാനകിയമ്മയുടെ മുഖം മുറുകി. പിന്നെ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നേ? അവർ കൊടുങ്കാറ്റ് പോലെ പടിഞ്ഞാറക്കെട്ടിൽ നിന്ന് ഇറങ്ങി. തൻ്റെ മുറിയിലെത്തുമ്പോഴേക്കും അവർ കരഞ്ഞു പോയി. ഇതുപോലൊരു തളർച്ചയും നിസ്സഹായതയും. കിടക്കയിൽ അവർ കണ്ണുകളടച്ച് നെറ്റിയിൽ കൈവച്ച് കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ മാധവിയമ്മ അങ്ങോട്ട് വന്നു. മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ മോളെ? ജാനകിയമ്മ അവരുടെ നേർക്ക് നിർജീവമായൊരു നോട്ടം അയച്ചു. അവരെന്തു പറയുന്നു ജാനകി? ഈ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റില്ലത്രേ. വീട് അവരുടേതായി കഴിഞ്ഞല്ലോ. നീ എന്തൊരു മണ്ടത്തരവാ കാണിച്ചേ. അവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ട്.
ജാനകിയമ്മ മിണ്ടിയില്ല. ഇനി മീനാക്ഷിയെ എന്തു ചെയ്യും? എനിക്കറിയില്ല. ഞാൻ അവരോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല. അല്പനേരം കൂടി ഇരുന്നിട്ട് മാധവിയമ്മ എഴുന്നേറ്റ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറേക്കെട്ടിൽ നിന്നും ഒച്ചയെടുത്തുള്ള സംഭാഷണം കേട്ടു. ജാനകിയമ്മ ജനാലയ്ക്കൽ പോയി നിന്ന് കാതോർത്തു. തന്ത ഉപേക്ഷിച്ച് പോയെങ്കിൽ ആ വിഷമം അറിയിക്കാതെ അവളല്ലേടാ നിന്നെയൊക്കെ വളർത്തി ഇത്രയൊക്കെ എത്തിച്ചത്. അവളുണ്ടാക്കിയ സ്വത്തല്ലേ ഉള്ളൂ ഈ കുടുംബത്തിൽ. സൂത്രത്തിൽ അതെല്ലാം പിടിച്ചെടുത്തിട്ട് അവളോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നടാ നന്ദി കെട്ടവന്മാരെ. അച്ചമ്മ പോയി അച്ചമ്മയുടെ പണി നോക്ക്. ചാവുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ആഹാരത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. അതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ചന്ദ്രബാബുവിൻ്റെ ഒച്ചയാണത്. ആ പെണ്ണിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് നീയൊക്കെ ഗതി പിടിക്കുവോടാ? അനുഭവിക്കാൻ പോകുക. മാധവിയമ്മ കണ്ണു തുടിച്ചുകൊണ്ട് വരാന്തയിലൂടെ തിരികെ പോരുന്നത് കാണാം. ജാനകിയമ്മ വീണ്ടും കട്ടിലിൽ ചെന്നിരുന്നു. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ? അവർ ഒരു ആത്മപരിശോധന നടത്തി. ഭർത്താവ് തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് പോയതു മുതലുള്ള ഓരോ സംഭവവും അവർ ഓർത്തു. തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതാതു കാലങ്ങളിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഏറ്റവും ഒടുവിൽ പ്രിയമോളുടെ കല്യാണം വരെ നടത്തി. തെറ്റോ ശരിയോ എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തത് വാസുവേട്ടൻ 21 വർഷങ്ങൾക്ക് ശേഷം 2 പെൺകുട്ടികളെയും കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അഭയം കൊടുക്കാതെ ഇറക്കി വിട്ടു എന്നത് മാത്രമാണ്. അന്ന് താൻ അഭയം കൊടുത്തിരുന്നുവെങ്കിൽ തൻ്റെ മക്കളിൽ നിന്ന് ഇതുപോലൊരു എതിർപ്പ് ഉണ്ടാവുകയില്ലായിരുന്നിരിക്കാം. പിന്നീടാണ് കാര്യങ്ങൾ വഷളായതും തൻ്റെ കൈവിട്ടു പോയതും. അന്ന് പക്ഷെ താൻ ചെയ്തത് ശരി തന്നെയായിരുന്നെന്നാണ് തോന്നൽ. വാസുവേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് തനിക്കറിയില്ലായിരുന്നു. 21 വർഷം രുചിച്ച നീരസത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കയ്പ് അപ്പോഴും അലിഞ്ഞു തീർന്നിരുന്നില്ല. കല്യാണി അപമൃത്യുവിനിരയാകുകയും ദിനേശൻ കൊലയാളിയാവുകയും വാസുവേട്ടൻ ആശുപത്രിയിൽ കിടന്ന ഒരു അനാഥനെപ്പോലെ മരിക്കുകയും ചെയ്തപ്പോൾ മാത്രമേ സത്യാവസ്ഥകൾ എന്തെന്ന് ബോധ്യപ്പെട്ടുള്ളൂ. താൻ മൂലം തൻ്റെ മക്കൾ മൂലം വന്നു ചേർന്ന ദുരന്തങ്ങൾ സംഭവിച്ചതൊന്നും തിരുത്താൻ കഴിയുമായിരുന്നില്ല. ആകെ ഒരു പ്രായശ്ചിത്തമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അനാഥയായി തീർന്ന മീനാക്ഷിക്ക് അഭയം കൊടുക്കുക. അവളുടെ അച്ഛൻ്റെ ജഡം ഈ വീട്ടുവളപ്പിൽ കൊണ്ടുവന്ന് ചിതയരിച്ചത് ഒരു പ്രായശ്ചിത്തം പോലും ആയിരുന്നില്ല. മീനാക്ഷിയെ വീട്ടിൽ താമസിപ്പിച്ചത് തെറ്റായിപ്പോയോ? തൻ്റെ മനസാക്ഷിയോട് അവർ ചോദിച്ചു. ഒരഭയസ്ഥാനവും കാണാതെ 2 പെൺമക്കളെയും കൂട്ടി മാത്തൂരെത്തുമ്പോൾ വാസുവേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നിരുന്ന വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. താൻ ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞവളാണെങ്കിലും തൻ്റെ ഭാര്യയുടെ നന്മയിലുള്ള വിശ്വാസവും പ്രതീക്ഷയും പ്രാണനൊടുങ്ങും മുമ്പ് അവരെ തൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള ത്വരയും ഉണ്ടായിരുന്നിരിക്കും. എന്നാലും മറ്റാർക്കും തൻ്റെ പെൺമക്കളെ വിട്ടുകൊടുക്കാൻ വാസുവേട്ടന് തോന്നിയില്ല. മനസാക്ഷി അവരോട് ഉത്തരം പറഞ്ഞു ചെയ്യേണ്ടത് തന്നെയാണ് നീ ചെയ്തത്. ഒരല്പം വൈകിപ്പോയെന്ന് മാത്രം. കോടാനുകോടി മനുഷ്യജന്മങ്ങൾ നിലവിളിച്ചുകൊണ്ട് കടന്നു വരികയും ചിരിച്ചും കരഞ്ഞും കടന്നു പോവുകയും ചെയ്ത ഭൂമിയാണിത്. മഹായുദ്ധങ്ങളിലൂടെ, മഹാമാരികളിലൂടെ, അതിഭയങ്കരമായ വിപത്തുകളിലൂടെ, രക്തരൂക്ഷിതമായ കലാപങ്ങളിലൂടെ തലമുറകളായി മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു പുലർക്കാലത്ത് നീ കണ്ട ഒരു കുറിമാനത്തിനപ്പുറത്തേക്ക് നിന്റെ ഭർത്താവ് ഒന്നും മിണ്ടാതെ നടന്ന അപ്രത്യക്ഷനായി എന്ന പരിഭവത്തിന് എന്തു വില? പ്രാണിക്കും പക്ഷിക്കും മനുഷ്യനും പിറവിയെടുത്ത എല്ലാ ജന്തു സമൂഹങ്ങൾക്കും പ്രകൃതി നിശ്ചയിച്ച ഒരേ ഒരു പ്രമാണം അതിജീവിക്കുക. അനുസരിച്ച് നീ നിലനിന്നു. നീ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്റെ ഭർത്താവോ ഇല്ല. അയാൾക്കെതിരെ 21 വർഷങ്ങളായി നീ നിന്റെ മനസ്സിൽ വാരിക്കൂട്ടി വെച്ച വിദ്വേഷത്തിനും വെറുപ്പിനും അമർഷത്തിനും ഇനി എന്തർത്ഥം? എല്ലാറ്റിനും ഒടുവിൽ തൻ്റെ മുന്നിൽ ശേഷിക്കുന്നത് ആലംബമില്ലാതെ ഉളറുന്ന ഒരു പിൻകിടാവിൻ്റെ നിശബ്ദ രോദനവും കണ്ണീരും മാത്രമാണ്. അവൾ തൻ്റെ ആജന്മ ശത്രുവിൻ്റെ മകളാണെന്ന് സങ്കല്പിച്ചാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ അവളുടെ കൈകളിൽ മുറുകെ പിടിക്കേണ്ടത് തന്നെയാണെന്ന് ജാനകിയമ്മയുടെ മനസാക്ഷി മന്ത്രിച്ചു. മക്കൾക്ക് അവരവരുടെ ഓഹരി കൊടുത്തതിൽ എന്തെങ്കിലും അബദ്ധം പിണഞ്ഞുവോ എന്നും അവർ ആലോചിച്ചു നോക്കി. അത് വേണ്ടത് തന്നെയായിരുന്നു എന്നാണ് ഉത്തരം. അല്പം തിടുക്കം കാട്ടിയെന്നു മാത്രം. തറവാട് തൻ്റെയും അമ്മയുടെയും പേരിലേക്ക് മാത്രമായി എഴുതി വയ്ക്കാമായിരുന്നു. പക്ഷേ ശ്രീനിക്കും ബാബുവിനും വീടുള്ള സ്ഥിതിക്ക് രഘുവരന് തറവാടെങ്കിലും കൊടുക്കാതെയും വയ്യായിരുന്നു. ഇളയ മകൻ്റെ അവകാശമാണത്. ഇല്ല, തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുമില്ല. ആകെ ഒരു കണക്കുകൂട്ടലേ പിഴച്ചിട്ടുള്ളൂ, തൻ്റെ മക്കളെ വിലയിരുത്തുന്നതിൽ. അല്ലെങ്കിൽ തൻ്റെ മക്കൾ തന്നെ വിലയിരുത്തിയതിലാവാം. ഇനി എന്തു ചെയ്യണം?
ധൃതി പിടിച്ചൊരു തീരുമാനത്തിൽ എത്തരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ തനിയെ കാച്ചാൻകുറിശി ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം ശങ്കരേട്ടൻ്റെ വീട്ടിൽ സൗഹൃദ സന്ദർശനത്തിന് ചെന്നു. മാത്തൂർ വീട്ടിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി ശങ്കരേട്ടൻ പരാമർശിച്ചപ്പോഴെല്ലാം അവർ ഒഴിഞ്ഞു മാറി. ഉച്ചയോടുകൂടി വീട്ടിലെത്തി. അന്ന് മുഴുവൻ മുറിയിൽ തന്നെ സ്വസ്ഥമായി കഴിഞ്ഞുകൂടി. അടുത്ത ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം കാർ ഓടിച്ച് പയ്യലൂരിൽ ഗോപിനാഥൻ്റെ വീട്ടിൽ ചെന്നു. കാർ റോഡരികിൽ നിർത്തി. ഡോർ തുറന്ന് ഇറങ്ങുമ്പോഴേക്കും മീനാക്ഷി ഓടിക്കിതച്ച് റോഡിലെത്തിക്കഴിഞ്ഞു. ആഹ്ലാദവും ഉദ്യോഗവും ആശങ്കയും സങ്കടവും പരിഭവവും എല്ലാം കൂടിക്കുഴഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി ജാനകിയമ്മ 2 നിമിഷം നിന്നു. നിനക്ക് സുഖാണോടി? മീനാക്ഷി ശിരസ്സനക്കി. ഒപ്പം കണ്ണു നിറയുകയും ചെയ്തു. ജാനകിയമ്മ ഗോപിനാഥൻ്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. രാഹിയും കൗസല്യയും വരാന്തയിലുണ്ടായിരുന്നു. കൗസല്യയുടെ മുഖത്തൊരു തണുത്ത മന്ദഹാസമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ താൻ വന്നാലുടൻ ഓടി ഇറങ്ങി വന്ന് കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവളാണ്. കൗസല്യയ്ക്കും കാണും തന്നോട് വിരോധവും അമർഷവും. രാഖി ഒന്ന് ചിരിച്ചു കാട്ടി. ശ്രീജയും ഗൗരിയും പുറത്തേക്ക് വന്നതേയില്ല. ഗോപി എവിടെ? വരാന്തയിലേക്ക് കയറിക്കൊണ്ട് ജാനകിയമ്മ കൗസല്യയോട് ചോദിച്ചു. അച്ഛൻ ഡ്രസ്സ് ചെയ്യുകയാ, രാഖി പറഞ്ഞു. എവിടേക്കോ പോകണമെന്ന് പറയുന്ന കേട്ടു. ചേച്ചി ഇരിക്ക്. കൗസല്യ കസേര നീക്കിയിട്ട് കൊടുത്തു. വേണ്ട, സ്വന്തം വീട്ടിൽ കസേരയില്ലാത്തവളല്ലേ ഞാൻ. മനുഷ്യർ അവൻ്റെ നിലയറിഞ്ഞേ നിൽക്കാവൂ. കൗസല്യയുടെ മുഖം അല്പം വിളറി. ചേച്ചിക്ക് കസേര നഷ്ടപ്പെട്ടതിന് ഞങ്ങളല്ലല്ലോ കാരണക്കാർ. അവനവൻ തന്നെ വരുത്തി വെച്ചതല്ലേ. വേണ്ടാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട്. എല്ലാം എൻ്റെ കുറ്റമാ കൗസു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ഗോപിനാഥൻ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ചേച്ചി ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. നീ എങ്ങോട്ടാ യാത്ര? പാലക്കാട്ടേക്ക്. വക്കീലിനെ ഒന്ന് കാണണം. പിന്നെ സബ് ജയിലിൽ ചെന്ന് ദിനേശനെയും. ജാനകിയമ്മ ഏതാനും നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. അവരുടെ പിറകിലായി നിഴൽ പോലെ മീനാക്ഷി നിൽപ്പുണ്ട്. ഗോപി, ഞാനിവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കഴിയുമെങ്കിൽ നീയും എൻ്റെ കൂടെ ഒന്ന് വരിക. മീനാക്ഷിയെ വീട്ടിൽ കയറ്റാമെന്ന് അവർ സമ്മതിച്ചോ? അതെന്തിനാ നീ അറിയുന്നേ? അറിയണം. വഴക്കിനാണെങ്കിൽ മാത്തൂരേക്ക് ഞാനില്ല. നീ കാറിനകത്ത് തന്നെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങണ്ട. എന്നെ എന്തിനാ ചേച്ചി നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചിഴയ്ക്കുന്നേ? ഇപ്പം തന്നെ ഏതാണ്ട് തൃപ്തിയായിരിക്കുക. നിന്നെ ഞാൻ വലിച്ചിഴയ്ക്കുന്നില്ല. കാറിനകത്ത് കണ്ണടച്ചിരിക്കാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? ഗോപിനാഥൻ മനസ്സില്ലാ മനസ്സോടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. മീനാക്ഷി, ചെന്ന് നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോ, നമ്മൾ പോവുമായി. മീനാക്ഷി ഉടൻ അകത്തേക്ക് പാഞ്ഞു. ഏത് ദിവസവും ഏത് നിമിഷവും യാത്ര പുറപ്പെടാൻ തക്കവണ്ണം അവൾ തൻ്റെ ബാഗും പെട്ടിയും എല്ലാം അടുക്കിയാണ് വെച്ചിരുന്നത്. രാഹിയും അവളോടൊപ്പം ചായ്പിലേക്ക് ചെന്നു. ബാഗ് താഴെ വെച്ചിട്ട് മീനാക്ഷി അവളുടെ കൈ പിടിച്ചു പറഞ്ഞു. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം കാട്ടിയല്ലോ, അത് ഞാൻ മറക്കില്ല. രാഖി വിഷാദത്തിൽ മന്ദഹസിച്ചുകൊണ്ട് അവളുടെ കൈത്തലം പിടിച്ചമർത്തി. പൊയ്ക്കോ, ഞാനും പ്രാർത്ഥിച്ചേക്കാം. ശ്രീജിയും ഗൗരിയും അടുക്കളയിലായിരുന്നു. മീനാക്ഷി അവരോടും യാത്ര പറഞ്ഞു. അമ്മ വന്നിട്ടുണ്ട്, കൊണ്ടുപോകാൻ. പോട്ടെ. ഗൗരി തലതിരിച്ച് അവളെ ഒന്ന് നോക്കി. ശ്രീജ അവൾ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മീനാക്ഷി വരാന്തയിലെത്തി. അവൾ കൗസല്യയുടെ മുമ്പിൽ നിന്നു. പൊയ്ക്കോട്ടെ. അനിഷ്ടത്തോടെ കൗസല്യ മൂളി. നന്ദിയുണ്ട് കൗസല്യേ, ഇത്രയും ദിവസം ഇവിടെ നിർത്താൻ നീ സമ്മതിച്ചല്ലോ. ഇഷ്ടത്തോടു കൂടിയല്ല നീ ചെയ്തതെങ്കിലും മീനാക്ഷിക്കും എനിക്കും ഇതൊരു വലിയ സഹായമായിരുന്നു. അത് മറക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങുക. ജാനകിയമ്മ മുമ്പേ ഇറങ്ങി. തൊട്ടു പിന്നാലെ മീനാക്ഷി. ജാനകിയമ്മ ഡിക്കി തുറന്നു കൊടുത്തു. മീനാക്ഷി തൻ്റെ ബാഗും പെട്ടിയും ഡിക്കിയിൽ വെച്ചു. കാറിൽ കയറാൻ നേരം മീനാക്ഷിയുടെ മുഖം ജാനകിയമ്മ ശ്രദ്ധിച്ചു. ഒരു ഉത്സവത്തിന് പുറപ്പെടുന്നത് പോലുള്ള ഉത്സാഹപ്രകർഷം. ഇത്രയ്ക്ക് ശ്വാസം മുട്ടിയാണോ ഇവളിവിടെ ഇത്രയും ദിവസം നിന്നത്? വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണ് യാത്രയെന്ന് ഇവൾക്കൊരു ഊഹം പോലും ഇല്ലേ? അതോ തൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ മാത്രം മതി, എത്ര വലിയ നഗരത്തിലായാലും പ്രശ്നമില്ലെന്നാണോ? ഗോപി, കയറ്. ബാക്ക് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു. ഗോപിനാഥൻ കയറി. മീനാക്ഷി മുൻസീറ്റിലും. കാർ നീങ്ങി. മീനാക്ഷി ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി. ദിനേശേട്ടൻ്റെ വീട്, ദിനേശേട്ടൻ്റെ അമ്മയും കൂടപ്പുറപ്പുകളും. അങ്ങനെ അവൾക്ക് അവരെ കാണാൻ കഴിയൂ. കാർ മാത്തൂരെത്തി. ഗേറ്റിനപ്പുറത്ത് മുറ്റത്തേക്ക് കയറ്റി വണ്ടി നിർത്തിയിട്ട് ജാനകിയമ്മ ഇറങ്ങി. മീനാക്ഷിയോട് ഇറങ്ങാൻ പറഞ്ഞു. ചന്ദ്രബാബുവിൻ്റെയും ശ്രീനിവാസിൻ്റെയും കുട്ടികൾ വേഗം സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് ഓടുന്നത് കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും മുഖമുഖത്തെത്തി.
പുറകെ ഗീതാമണിയും കൃഷ്ണകുമാരിയും കുട്ടികളും. അവർക്ക് വേണ്ടത്ര സമയം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഉറപ്പായപ്പോൾ ജാനകിയമ്മ മീനാക്ഷിയെ കൊണ്ട് മുന്നോട്ട് നീങ്ങി. "നിൽക്ക്!" ശ്രീനിവാസൻ്റെ ഒച്ച ഉയർന്നു. ജാനകിയമ്മ നിന്നു. "അമ്മ എങ്ങോട്ടാ ഇവളെയും കൊണ്ട്?" "എൻ്റെ മുറിയിലേക്ക്." "അമ്മയ്ക്ക് തനിയെ കയറിപ്പോകാം, ഇവളെ കയറ്റാൻ പാടില്ല." "ഇവള് കയറിയാലോ?" "കാല് തല്ലി ഒടിച്ച് ഗേറ്റിന് വെളിയിലെറിയും. അത് കാണണോ അമ്മയ്ക്ക്?" ചന്ദ്രബാബു മുണ്ടും മടക്കി കുത്തി മുറ്റത്തേക്കിറങ്ങി. പിന്നാലെ രഘുവരനും ശ്രീനിവാസനും. ഭയചകിതയായ മീനാക്ഷി ജാനകിയമ്മയെ നോക്കി. ശാന്തമായിരുന്നു അവരുടെ മുഖഭാവം. "ഇവൾക്ക് ഈ വീട്ടിൽ അഭയം കൊടുക്കാൻ നിങ്ങളാരും സമ്മതിക്കില്ലേ?" "ഇല്ല." "ഇതാണോ നിങ്ങളുടെ അവസാന വാക്ക്?" "അതെ." "1 മിനിറ്റ് സമയം എനിക്ക് തരണം." അവർ മക്കളെ നോക്കി. പിന്നെ സാവധാനം നടന്ന് തൻ്റെ വരാന്തയിൽ കയറി. മീനാക്ഷി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയചകിതയായി മുറ്റത്ത് തന്നെ നിന്നു. ഗോപിനാഥൻ കാറിനുള്ളിലിരുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. കാറിൻ്റെ കറുത്ത ചില്ലിനപ്പുറത്ത് അയാളെ ആരും കണ്ടതുമില്ല. ശ്രീനിവാസൻ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി മീനാക്ഷിയുടെ മുമ്പിൽ വന്നു. അയാൾ ഗേറ്റിന് വെളിയിലേക്ക് വിരൽ ചൂണ്ടി. മീനാക്ഷി ഉൾക്കിടിലത്തോടെ അയാളെ നോക്കി. ഒരു അഭയത്തിനെന്ന പോലെ ജാനകിയമ്മ കയറിപ്പോയ ദിക്കിലേക്ക് കണ്ണയച്ചു. ഒറ്റ ഓട്ടത്തിന് അവരുടെ മുറിയിൽ ചെന്ന് കയറിയാലോ എന്നവൾ ആലോചിച്ചു. "ഗേറ്റിന് പുറത്തിറങ്ങി നിൽക്കാനാ പറഞ്ഞത്, അതോ ഞാൻ ചവിട്ടി പുറത്താക്കണോ?" ശ്രീനിവാസൻ അവളുടെ നേർക്ക് ഗർജിച്ചു. "വേണ്ട ശ്രീനി, നീ അത്രയും ബുദ്ധിമുട്ടണ്ട." ഒച്ച കേട്ട് ശ്രീനിവാസൻ തിരിഞ്ഞു നോക്കി. പെയിൻ്റിളകി പുറമേ തുരുമ്പ് പിടിച്ചു തുടങ്ങിയ മഞ്ഞപ്പെട്ടിയുമായി ജാനകിയമ്മ വരാന്തയിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. മീനാക്ഷിയുടെ സ്ഥാവര ജംഗമങ്ങൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയാണത്. അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. "ഇവള് താനെ ഇറങ്ങിപ്പോയിക്കോളും, അത്രയും പോരെ?" ജാനകിയമ്മ ചോദിച്ചു. അവർ ഡ്രങ്ക് മീനാക്ഷിയുടെ മുന്നിൽ വെച്ചു. "നിൻ്റേതാണല്ലോ ഇത്, അല്ലേ?" അമ്മയും കൂടി തന്നെ കൈയൊഴുകിയാണോ എന്ന് അന്താളിച്ച് അവൾ ജാനകിയമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. "ഇതെടുത്തോണ്ട് ഗേറ്റിനപ്പുറത്ത് പോയി നിൽക്ക്. നീ ഈ മുറ്റത്ത് നിൽക്കുന്നത് പോലും എൻ്റെ മക്കൾക്ക് സഹിക്കാൻ വയ്യ. അവരെ നീ വിഷമിപ്പിക്കരുത്." മീനാക്ഷി ആ ട്രങ്ക് തൂക്കിയെടുത്തു. അതുമായി അവൾ ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങി. ജാനകിയമ്മ വീണ്ടും തറവാട്ടുകെട്ടിനുള്ളിലേക്ക് കയറി. 2 സൂട്ട് കേസുകൾ തൂക്കിപ്പിടിച്ചുകൊണ്ട് അവർ തിരികെ ഇറങ്ങി വന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും പരസ്പരം മിഴിച്ചു നോക്കി. അമ്മയെ ചവിട്ടി പുറത്താക്കാൻ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും മനസ്സുകൊണ്ട് പുറത്താക്കൽ കഴിഞ്ഞതാണല്ലോ. ജാനകിയമ്മ ശ്രീനിയോടും ചന്ദ്രബാബുവിനോടുമായി പറഞ്ഞു. "എന്നെ ഏതെങ്കിലും ഒരു മുറിയിലിട്ട് ഒതുക്കി ഒരു പാഠം പഠിപ്പിച്ച് കളയാമെന്ന് നിങ്ങളുടെ ഭാര്യമാർക്ക് ആഗ്രഹം കാണും. 60 വയസ്സായിട്ടില്ല എനിക്ക്. ഇതുവരെ ജോലി ചെയ്താ ജീവിച്ചത്. ഇനിയും ജോലി ചെയ്യും. അതിനുള്ള ആരോഗ്യവുമുണ്ട്. എന്തായാലും ഇനിമേലിൽ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല." അവർ വരാന്തയിലേക്ക് കണ്ണോടിച്ചു. രഘുവരനും കൃഷ്ണകുമാരിയും ഗീതാമണിയും അവരുടെ മക്കളും നോക്കി നിൽപ്പുണ്ട്. "ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു തരാനുണ്ട്. ഈ വീട്ടിൽ താമസിക്കാനുള്ള എൻ്റെ അവകാശം തീരെഴുതി തന്നില്ല ഞാൻ. എന്തു വേണമെന്ന് പറഞ്ഞാൽ ഒരു തിരുത്താധാരം ചെയ്ത് ഈ വീട്ടിൽ ഇനി എനിക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരിക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് തന്നേക്കാം." "രഘു, നിനക്കാണല്ലോ തറവാട്, നിന്നോടും കൂടിയാണ് പറഞ്ഞത്." ജാനകിയമ്മ ചെന്ന് കാറിൻ്റെ ഡിക്കി തുറന്നു. സൂട്ട് കേസ് 2ഉം ഡിക്കിയിൽ വെച്ചു. ഗേറ്റിന് വെളിയിൽ ആശങ്കയോടെ കാത്തു നിൽക്കുകയായിരുന്ന മീനാക്ഷിയുടെ ഡ്രങ്കും അവർ വാങ്ങി ഡിക്കിയിൽ വെച്ചു. ഡിക്കി അടച്ചു. തിരിഞ്ഞു നോക്കി ഇത്രയും കൂടി പറഞ്ഞു. "ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരികയോ ഫോൺ വിളിക്കുകയോ ചെയ്താൽ അമ്മ ഇപ്പോൾ ഇവിടെ അല്ല താമസം എന്ന് പറഞ്ഞാൽ മതി." അവർ ചെന്ന് കാറിൽ കയറി. മീനാക്ഷിയോടും കയറാൻ പറഞ്ഞു. മീനാക്ഷിയും കയറി. "ചേച്ചി എങ്ങോട്ടാ പെട്ടിയും കിടക്കയും എല്ലാം എടുത്തോണ്ട്?" ഗോപിനാഥൻ ചോദിച്ചു. "എനിക്ക് ഇവൾക്കും ജീവിക്കണ്ടേ ഗോപി? ഞാനൊരിക്കൽ ഏറ്റെടുത്ത് പോയില്ലേ ഈ ഭാരം? എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയാൻ പറ്റുമോ?" ജാനകിയമ്മ പറഞ്ഞു. "ഇവളെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനാ? പറയാം." ജാനകിയമ്മ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കാർ പയ്യാവൂരിലെത്തി. പഴയ റൈസ് മില്ലാണ് ലക്ഷ്യമെന്ന് ഗോപിനാഥന് മനസ്സിലായി. കാർ ഇടത്തോട്ട് തിരിഞ്ഞ് ചിറയ്ക്കരികിലുള്ള മൺറോഡിലൂടെ അല്പദൂരം മുന്നോട്ട് പോയി. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മതിൽക്കെട്ട്. മുൻഭാഗത്ത് ഒരു ഇടുങ്ങിയ പ്രവേശന കവാടം. മുൻവശത്തെ തൂണിടിഞ്ഞ് കൽപ്പടികളിലേക്ക് വീണ് കിടക്കുന്നു. മതിലിൽ അവിടെ പുല്ലും കളകളും വളർന്ന് കുറ്റിച്ചു നിന്നിരുന്നു. ജാനകിയമ്മ മതിൽക്കെട്ടിൻ്റെ വലതുഭാഗത്തേക്ക് കാർ ഓടിച്ചു. അവിടെ തുരുമ്പെടുത്ത ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റിൽ തുരുമ്പിച്ച ഒരു ഇരുമ്പ് ചങ്ങലയിട്ട് ഗേറ്റിൻ്റെ പാളികൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു താഴിട്ട് ചങ്ങല പൂട്ടുകയും ചെയ്തിരുന്നു. ജാനകിയമ്മ കാർ നിർത്തി ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയ താക്കോൽ ഉപയോഗിച്ച് താഴ് തുറക്കാൻ ശ്രമിച്ചു. ദീർഘകാലമായി അത് ഉപയോഗിക്കാത്തതിനാൽ തുറക്കാൻ കഴിഞ്ഞില്ല. താഴ് തുരുമ്പിൻ്റെ ഒരു കട്ട പോലെ തോന്നിച്ചു. "ഗോപി, ഇത് തുറക്കാൻ വയ്യല്ലോ." ജാനകിയമ്മ തിരിഞ്ഞു നോക്കി പറഞ്ഞു. ഗോപിനാഥൻ ഇറങ്ങി വന്നു.
ഇത് മുഴുവൻ തുരുമ്പാ, തുറക്കാനൊന്നും പറ്റില്ല. ഓയിലോ മണ്ണെണ്ണയോ ഒഴിച്ച് നോക്കിയാൽ അറിയാം. താഴ് പരിശോധിച്ചിട്ട് ഗോപിനാഥൻ പറഞ്ഞു. നീ ഇതൊന്ന് ആഞ്ഞ് തള്ളിക്കേ, ജാനകിയമ്മ നിർദ്ദേശിച്ചു. ചങ്ങല പൊട്ടും, തുരുമ്പെടുത്തിരിക്കുക. പൊട്ടിക്കോട്ടെ. ഗോപിനാഥൻ ഗേറ്റിൻ്റെ പാളികൾ അകത്തേക്ക് ആഞ്ഞു തള്ളി. തുരുമ്പിച്ച ചങ്ങലക്കണ്ണികൾ അകന്ന് കൊളുത്തുവിട്ടു. നോവൽ തുടരും.